ഷഫീദ്, ഈ മൂന്നാം ഘട്ട ഡ്രോൺ പരിശോധനയുടെ പുതിയ വിവരങ്ങൾ, ഈ സിഗ്നലുകൾ ഡീകോഡ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ ഷഫീദ്? ഉന്മേഷ്, അത് കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. അത് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡ്രോൺ തിരികെ സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ആ കാര്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഇതുമായി റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ അത് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ സാധ്യതയുള്ളതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഡ്രോൺ പരിശോധന നടത്തും. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ആ വലിയൊരു ഹെവി ഡ്രോണാണ്. ആ ഡ്രോണാണ് ഈ നദിപ്പരപ്പിന് മുകളിലേക്ക് പോയി ഇപ്പോൾ ഈ സിഗ്നലുകൾ റിസീവ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിലൊന്ന്, ഒരു എക്സാക്ട് പ്രിസൈസ് ലൊക്കേഷൻ, ആ ട്രക്ക് എവിടെ എന്നുള്ള കാര്യത്തിൽ പ്രിസൈസ് ലൊക്കേഷൻ നമുക്ക് ലഭിക്കണം. രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യ സാന്നിധ്യം അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് അടുത്ത 2 മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സുപ്രധാനമായിട്ടുള്ള നീക്കം. അതിനുശേഷം മാത്രമായിരിക്കും ആ സിഗ്നലുകൾ റിസീവ് ചെയ്ത് ഇത് നേവിക്ക് കൈമാറി നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് സ്ക്യൂബ ടീം പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഡീപ് ഡൈവ് എങ്ങനെ നടത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അതിനുശേഷം മാത്രമായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും കഴിഞ്ഞ 2 മണിക്കൂറായി ശിരൂരിൽ ആശ്വാസകരമായ കാലാവസ്ഥയാണ്, മഴ മാറി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം, തിരച്ചിൽ അത് ഊർജിതമായി തുടരാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഡ്രോൺ ഇപ്പോൾ, ഐബോർഡ് ഡ്രോൺ ഇപ്പോൾ പറത്തിയിരിക്കുന്നത്. അതിന്റെ ഉദ്യോഗസ്ഥരെ, അതായത് വിദഗ്ധരെ നമുക്ക് ആ മൺകൂനയ്ക്ക് മുകളിൽ കാണാം. 3 പേരടങ്ങുന്ന ഒരു സംഘം ഇവിടെയുണ്ട്. മറുകരയിൽ സ്റ്റേഷനിലാണ് ഇന്ദ്രബാലൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളുള്ളത്. അവരും ഈ വിവരങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഡ്രോൺ പരിശോധനയുടെ ഭാഗമായി നമുക്ക് ലഭിക്കുന്നത്. 20 മീറ്റർ അധികം വലിയ ക്ലാരിറ്റിയിൽ അത് ലഭിക്കും, ആ സിഗ്നലുകൾ ലഭിക്കും. അതിനകത്തുള്ള മെറ്റീരിയലുകൾ, എന്തൊക്കെ സബ്സ്റ്റൻസുകൾ അതിനകത്തുണ്ട് എന്നുള്ള കാര്യം അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ആ സിഗ്നലുകൾ ലഭിച്ചാലുടൻ, ഡീകോഡ് ചെയ്ത് ലഭിച്ചാലുടൻ ഏത് രീതിയിലാണ് ഈ ട്രക്ക് പുതഞ്ഞിരിക്കുന്നത്, അത് ഈ സാധാരണ വെള്ളത്തിനടിയിലാണെങ്കിലും ഇതൊരു ചെളിയിൽ പുതഞ്ഞ അവസ്ഥയിൽ, കാരണം അത്രയും വലിയ മണ്ണ് അതിടിഞ്ഞ് താഴേക്ക് വന്ന ആ മണ്ണ് മൂടപ്പെട്ട അവസ്ഥയിലാണ് പുഴയിൽ ഇതുള്ളത്. അപ്പോൾ എങ്ങനെ അവിടേക്ക് എത്താൻ കഴിയും എന്നുള്ളത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയും. ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നീക്കമാണ് ഈ ഡ്രോൺ പരിശോധന. ആ ഡ്രോൺ പരിശോധന 3 ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3-ാം ഘട്ടത്തിൽ എന്തോ കാര്യമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സിഗ്നലുകൾ ഡീകോഡ് ചെയ്യാൻ ഡ്രോൺ സ്റ്റേഷനിലേക്ക് തിരികെ വിളിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ആ പരിശോധന ആ രീതിയിൽ തുടരും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഴുവൻ സംവിധാനങ്ങളും, കർണാടകയുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ ശിരൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അവർ പ്രവർത്തിക്കുന്നുണ്ട്. നേവി സംഘം ഇനിയൊരു പെട്ടെന്നുള്ളൊരു ഓപ്പറേഷനിലേക്കോ പെട്ടെന്നുള്ള റെസ്ക്യൂ പ്രവർത്തനത്തിലേക്കോ അവർ ഇറങ്ങിയിട്ടില്ല. കാരണം ഈ ഡ്രോൺ പരിശോധനയുടെ ഫലം കിട്ടി. അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഏത് രീതിയിൽ, കാരണം ഒരു പക്ഷേ സെൽഫ് ലൈഫ് അതുമായി ബന്ധപ്പെട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു ഒരു ചെറിയ വെല്ലുവിളി അവരെ സംബന്ധിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി അടക്കം പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും നേവി സംഘം ബോട്ടുകളിലാണെങ്കിൽ കൂടി പുഴയിലേക്ക് ഇറങ്ങുക. അത് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ ഉടൻ തന്നെ ഒരു ഡിങ്കി ബോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഈ ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് വന്ന, അല്ലെങ്കിൽ ഡ്രോൺ വിദഗ്ധർ വന്ന അവരെ തിരികെ കരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച. ഏതായാലും അല്പസമയം മുമ്പ് ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ തടിക്കഷ്ണം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ പോസിറ്റീവായ റിസൾട്ടുകളിലേക്ക് ചില കാര്യങ്ങൾ അതിന്ന് സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉന്മേഷ്, തുടരുക ഷഫീദ്.